ജബൽപൂർ രൂപതയിലെ ഫാദർ എബ്രഹാം താഴത്തേടത്തിനും പ്രൊട്ടസ്റ്റന്റ് ബിഷപ്പ് അജയ് ജെയിംസിനും മധ്യപ്രദേശിലെ 7 ക്രിസ്ത്യൻ സ്കൂളുകളിലെ മറ്റ് 10 മാനേജ്മെൻറ്റ് അംഗങ്ങൾക്കും 3 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. മധ്യപ്രദേശ് ഹൈക്കോടതി അവരുടെ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. കെട്ടിച്ചമച്ച കേസിൽ പ്രതികളായ ഞങ്ങളുടെ വൈദികർക്കും മറ്റുള്ളവർക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് ജബൽപൂർ രൂപതയുടെ വികാരി ജനറൽ ഫാദർ ഡേവിഡ് ജോർജ് പറഞ്ഞു. BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ ജബൽപൂരിലെ 7 ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 13 മാനേജ്മെൻറ്റ് അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ 22 പേരെയാണ് മെയ് 27-ന് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുകയും പാഠപുസ്തകങ്ങൾ അമിത വിലയ്ക്ക് വിൽക്കുകയും ചെയ്തുവെന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ക്രിസ്ത്യൻ സ്കൂളുകൾക്കെതിരായ പോലീസ് നടപടി തികച്ചും നിയമവിരുദ്ധമാണെന്നും ദുരുദ്ദേശത്തോടെയാണെന്നുമായിരുന്നു ഫാദർ ഡേവിഡ് ജോർജ് കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ 6 വർഷമായി വിദ്യാർത്ഥികളിൽ നിന്ന് അമിതമായി ഫീസ് പിരിച്ചതായി ആരോപിക്കപ്പെടുന്ന ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് ഏകദേശം $5 മില്യൺ തിരികെ നൽകണമെന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് ജൂലൈ 9-ന് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജബൽപൂർ ബെഞ്ച് ഓഗസ്റ്റ് 13-ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മധ്യപ്രദേശിലെ സ്കൂളുകൾക്ക് 10% വരെ വാർഷിക ഫീസ് വർധന അനുവദിച്ചിട്ടുണ്ട്. അതിനപ്പുറം ജില്ലാ കളക്ടറുടെ അനുമതി ആവശ്യമാണ്. 15%-ലധികം ഫീസ് വർധന സംസ്ഥാനതല പാനൽ അനുവദിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഒരിക്കലും അമിത ഫീസ് ഈടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ ഫാദർ ഡേവിഡ് ജോർജ് കോവിഡ് കാലത്തും ഫീസ് വാങ്ങിയിരുന്നില്ലെന്നും വെളിപ്പെടുത്തി. എന്നാൽ കോവിഡ് കാലത്തെ ട്യൂഷൻ ഫീ തിരികെ നൽകണമെന്ന വിചിത്ര ഉത്തരവിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോത്രവർഗ്ഗക്കാരുള്ളത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജബൽപൂരിൽ ക്രിസ്ത്യൻ സ്കൂളുകളാണ് ഇത്രയുമധികം വേട്ടയാടൽ അനുഭവിക്കുന്നത്. ഗോത്രവർഗ്ഗക്കാർക്കും സമൂഹത്തിലെ മറ്റ് ദരിദ്ര വിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി എതിരാണെന്ന് സഭാ നേതാക്കൾ പറഞ്ഞു. സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, അനാഥാലയങ്ങൾ എന്നിവയുൾപ്പെടെ പള്ളി നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ സംസ്ഥാന സർക്കാർ അഴിച്ചുവിടുകയാണെന്ന് സഭാ നേതാക്കൾ ആരോപിച്ചു. റിട്ടയർഡ് കത്തോലിക്ക ബിഷപ്പ്, വൈദികർ, കന്യാസ്ത്രീകൾ എന്നിവരുൾപ്പെടെയുള്ള സഭാംഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് മതപരിവർത്തനം നിരോധിക്കുന്ന കർശനമായ മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.